ഇല്ലാത്തവരാ നിന്റെ അച്ഛനും അമ്മയും. രണ്ടിനെയും കൂടെ അന്യനാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ടങ്ങ് പോയില്ലേ? അവർക്കേ ഒരു മോളല്ല, വേറെ ഉണ്ട് കുട്ടികള്. ഓ, സാറിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ. നീ എന്നെ ഉത്തരം മുട്ടിച്ച് കളഞ്ഞല്ലോ. അങ്ങനെ അങ്ങ് ഗമയടിക്കണ്ട. അവരെ കുറച്ചുകൂടെ വിശാല മനസ്കര. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസം ആയുള്ളെന്നും ഇപ്പൊ തനിച്ച് താമസിക്കേണ്ട സമയമാണെന്നൊക്കെ അവർക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണേ, അത്രയ്ക്ക് വിശാല മനസ്കരൊന്നുമല്ല. നേരം എടുത്തോട്ടെ, എഴുതി അറിയിച്ചേക്കാം മരുമകന്റെ ആക്ഷേപം. അയ്യോ പെണ്ണെ, ചതിക്കല്ലേ. ആ എക്സ് മിലിറ്ററി വന്ന് ഇടിച്ചെന്നെ സൂപ്പാക്കി കളയും. അപ്പോ അമ്മയച്ചന് പേടിയുണ്ട്. പിന്നെ ആ പുറത്ത് കിടക്കുന്ന ഇനിയും കിടക്കുന്ന സാധനങ്ങള് അതൊക്കെ നേരം എടുത്തിട്ട് വെറുക്കിടാം. ഞാൻ പോയി കഥ അടച്ചിട്ട് വരാം. വീട് ചെറുതായി പോയോ? നമുക്കിത് ധാരാളം. അല്ല, നീ വലിയ മാളികയിലൊക്കെ ജനിച്ചു വളർന്നല്ലേ? ഭയങ്കര ബഹളല്ലേ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. വേണ്ടെന്ന് വന്ന ഉടനെ തന്നെ.
ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ. ശബ്ദം അല്പം ഒന്ന് കുറച്ചാൽ ബാക്കിയുള്ളവർക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സാറാരാ? സ്ഥലം എസ് ഐ ആണോ? അല്ലടാ, ഡിസ്ട്രിക്ട് കളക്ടറാ. തന്തയുടെ കല്യാണത്തിന് പായസം വിളമ്പിയന്മാരാ. ഇവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശിവ, സാറാരാ? സ്ഥലം എസ് ഐ ആണോ? അല്ലടാ, ഡിസ്ട്രിക്ട് കളക്ടറാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ബൈക്ക് സ്റ്റാർട്ട് ആകുന്നില്ല അല്ലേ? ഒന്ന് നോക്കടേ. അണ്ണാ, സീറ്റിന്റെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ പോലെ ഞാനെന്തിനാ സീലിട്ട് അടിക്കുന്നത്? ഈ ബൈക്ക് എനിക്ക് അത്ര പിടുത്തമില്ല. ബസ്സായിരുന്നെങ്കിൽ കണ്ടക്ടറാ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. താങ്ക്സ്. സാർ, ഇന്നലെ ഞങ്ങൾ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ശമ്പളം കിട്ടിയത് സന്തോഷമായിരുന്നു. ക്ഷമിക്കല്ലേ? അതൊന്നും സാരമില്ല. പറ്റേ. നമസ്കാരം. ഞങ്ങള് എതിരെ വീട്ടിൽ താമസിക്കുന്നവരാ. ചേച്ചി, പിന്നെ ചേച്ചിയുടെ നാട് എവിടെയാ? പോലീസ് പോലീസ് ഒന്നുമില്ല, വരട്ടെ. ഇപ്പൊ കാണായിരുന്നു, ഞങ്ങളെ ഒന്ന് മണിയടിച്ചോണ്ടാ തടിയൂരി പോകുന്നത്. ഇതാ പറയുന്ന എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആലോചിക്കണമെന്ന്. ആണുങ്ങളായ നട്ടല് വേണോന്ന് പറയും. നട്ടല് എല്ലാവർക്കും കാണും, പക്ഷെ അത് വളയ്ക്കരുത്. എനിക്ക് ഈ പോലീസിനെയും പട്ടാളത്തിനെയും ഒന്നും പേടിയില്ല. അതിൽ സ്ട്രോങ് പാർട്ടി നമ്മുടെ കയ്യിലുണ്ട്. എടാ വിനു, ഞാൻ ചമ്മി. ഇനി അവിടെ നിൽക്കുന്നില്ല. നീ ചമ്മിയോ? എന്നാ തോളിട്ട് കയറിയിരുന്നു. ഒളിച്ചു നിന്നത്? പേടിച്ചു പോയി. ഇങ്ങനെയാണോ ആദ്യമായിട്ടൊരു വീട്ടിൽ വരുന്നത്? ദേ, ഇത് കണ്ടോ? ഇങ്ങനെ ഒളിച്ചും പതുങ്ങി നടക്കുന്നവരെ പിടിക്കുന്ന ആളാ. ഇനി ഇങ്ങനെ വരുമോ? ഞങ്ങള് ഒളിച്ചു കളിച്ചതാ. കുട്ടി കരയണ്ട, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. പേരെന്താ? എടി ഭയങ്കരി. മുത്തശ്ശി, അമ്മ വാ, ഗുട്ടുമോൾ പോന്നു. ഇന്ദു, ഒരു പഞ്ചായത്ത് ഇല്ലാത്ത പെണ്ണ്.
അറ്റ്ലീസ്റ്റ് സ്കൂളിലെങ്കിലും ടൈമിന് പോണ്ടേ? അഭിനയം നന്നായിട്ടുണ്ട്, പക്ഷെ മൂന്തോ കൊള്ളില്ല. ഇത് കൂടെ കഴിക്കുമോ? മതി, എനിക്ക് വേണ്ട. കൈ കഴുകണ്ടേ? ഫ്രോക്ക് തുടച്ചോ? വേണ്ട കുട്ടി, പിന്നെ കൂട്ടുമ്പോൾ അങ്ങനെ പറഞ്ഞത്? അവള് ചുമ്മാ പറഞ്ഞതല്ലേ. വെള്ളം. ആ, കൈ കഴിക്കും കഴിക്കും. മതി. മുത്തശ്ശി തുടച്ചോ. മോളെ ഇതും മറന്നോ? താങ്ക് യു. ശകര, ബാങ്കിലൊന്ന് പോണം. മടങ്ങി വരുമ്പോ പോസ്റ്റ് ഓഫീസിൽ കയറി പരമേശ്വരന്റെയും ഭാരതരെ എഴുത്തുണ്ടോന്ന് നോക്കണം. ടൗണിൽ പോകുമ്പോ കുട്ടികൾക്ക് 2 ബ്ലാക്ക് ഷൂ. അല്ലെങ്കിൽ വേണ്ട, നീ വാങ്ങിയ അവർക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ വാങ്ങിച്ചോളാം. അതന്നെ നല്ലത്. അല്ല രണ്ടും കൂടി എന്നെ പിച്ച് ചീന്തും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ കഴിഞ്ഞു വിടുന്നു. ലാത്തികളുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ സാറ് വന്നെത്തിയത് നല്ല സമയത്താ. പുതിയ SI വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. മിടുക്കനാണത്രേ. വെടിവെക്കാൻ തോക്ക് പോലും വേണ്ട. ഞാനും പുള്ളിക്കാരനെ ഒന്ന് കാണാനാ വന്നത്. വരാം കാണാം. സാർ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ പല അകത്ത് 2 കക്ഷികളുണ്ട്, അറിയാവുന്നവരാ. എന്നിട്ടും ഇതുവരെ എനിക്കല്പം ധൃതിയുണ്ട്. പറയാം. അയാളെ പേടിച്ച് നാട്ടിലുള്ളവരൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് സാറെങ്കിലും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യണം. പറമ്പിൽ കേശവൻ വന്നിട്ടുണ്ട്. അതാരാ? ഇവിടത്തെ വലിയ മുതലാളി നേതാവൊക്കെയാ. നമുക്ക് ആവശ്യമുള്ള കക്ഷിയാ. അവിടെ നിൽക്കാൻ പറയണോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലൈന്റിൽ കാണിച്ചിരുന്നില്ലേ? ഉവ്. പക്ഷേ പഴയ ഇൻസ്പെക്ടർ അയാളുടെ വലയിലായിരുന്നല്ലോ. സാറിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടത്രേ. പേരങ്ങ് പറഞ്ഞപ്പോ തന്നെ എന്തൊരു ബഹുമാനമാ. വെളിയിലൊക്കെ നല്ല പേരാ അല്ലേ? ഭയങ്കര ചൂട്. ഉഷ്ണം കൊണ്ടായിരിക്കും. ഇവിടെ ഈ ഫാനും ഇല്ല. എന്തൊരു കഷ്ടം. വല്ല പേപ്പറോ മറ്റോ വേണോ വീശാൻ. ഓഹോ, എനിക്ക് മുമ്പ് ഇവന്മാരും എത്തിയോ? കോലത്തെ വന്നിരുന്ന് തുടങ്ങിയതാ കുശുകുശിപ്പ്. എല്ലാം പറഞ്ഞിട്ടുണ്ടാവുന്ന തോന്നുന്നു. സാരമില്ല, സാറൊന്ന് ചെന്ന് സോപ്പിട്ട് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരു പോലീസ് സ്റ്റേഷനകത്ത്, പ്രത്യേകിച്ച് ഒരു സബ് ഇൻസ്പെക്ടറുടെ മുറിയിൽ ഒച്ചയും അനക്കവും ഇല്ലാതെ കയറി വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ റിയലി യു ആർ ഗ്രേറ്റ്. എന്റെ പേര് രഘു. യുവർ ഗുഡ് നെയിം പ്ലീസ്? കേശവൻ, പറമ്പിൽ കേശവൻ. ജെയിംസും ഞാനും വളരെ ക്ലോസ് ആയിരുന്നു. ഇപ്പൊ സ്ഥലം മാറിപ്പോയ SI. പിന്നെ സർക്കിൾ മുഹമ്മദും ഞാനും ഒരു കുടുംബം പോലെയാണ്. ഓഹോ, അപ്പൊ പിന്നിൽ വലിയൊരു പോലീസ് വലയം തന്നെ ഉണ്ട്. ഏയ്, അങ്ങനെയൊന്നുമല്ല. പിന്നെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആവുമ്പോ പോലീസിന്റെ കൂട്ടുകെട്ട് അത്യാവശ്യമാണല്ലോ. എനിക്ക് പോകാൻ അല്പം തിരക്കുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടാ പോരാ, വിസ്തരിച്ചൊന്ന് കാണണം. അതിനെന്താ, കണ്ടുകളയാം. അപ്പൊ ഞാൻ വരട്ടെ. മാധവട്ടെ, തന്നെ പോലുള്ളവരോടോ ഈ പോലീസിന്റെ വില കളയുന്നത്? യെസ് സാർ. എന്താ സാർ? ആ കേശവൻ വന്നപ്പോ താനെന്തിനാ ഇവിടെ കിടന്ന് തിരുവാര കളിച്ചത്? ഇവിടെ സ്റ്റേഷനിൽ കേശവനും ഗോപാലനും പാച്ചനും എല്ലാം ഒരേ സ്ഥാനാ. ഒന്നും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല സാറേ. കിട്ടുന്ന ശമ്പളം കൊണ്ട് 3-4 പിള്ളേരെ പഠിപ്പിച്ച് കരയേറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനത്തെ പൊങ്ങച്ചുള്ളവന്മാരെ ഒന്ന് കൈമനടിച്ച് വിട്ടാ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നടക്കും. തുറന്നു പറഞ്ഞതുകൊണ്ട് സാറ് തെറ്റിദ്ധരിക്കരുത്.
ഹായ്, വരില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പ്രാവശ്യം വിളിച്ചാ എങ്ങനെ വരാണ്ടിരിക്കുക? വാ. പേരെന്താ? പേരയ്ക്ക. അയ്യോ, നല്ലൊരു കുട്ടി. അച്ഛനും അമ്മ എന്താ ഇമ്മാരി പേരിട്ടെ? ഞാൻ നല്ലൊരു പേരിട്ടേ. വായാടി. എന്നെ അങ്ങനൊന്നും വിളിക്കണ്ട, എന്റെ പേര് ഇന്ദുന്നാ. അങ്ങനെ വഴിക്ക് വാ. വീട്ടിലാരൊക്കെയുണ്ട്? ഗുഡ്ഡുമോള്, മുത്തശ്ശി, ശങ്കരമാവൻ, പിന്നെ ഞാൻ. മമ്മീന്റെ ആരും വെളിയിലാ, കാനഡയില്. ഗുഡ്ഡുമോളെ കണ്ടിട്ടില്ല അല്ലേ? അവൾ എങ്ങും പോവില്ല, ഭയങ്കര പോസാ. അതാരാ? ഹസ്ബൻഡാ? അയ്യോ, എന്താ പോലീസിനെ പേടിയാണോ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പോട്ടെ. പോലീസിനെ പേടിയില്ലെന്ന് പറഞ്ഞിട്ട് ആരായി പുതിയ അതിഥി? അടുത്ത വീട്ടിലെയാ, ഇന്ദു. പിന്നെ ഈ പോലീസുകാരൊന്നും ഇന്ദുവിന് പേടിയില്ല കേട്ടോ. ഓഹോ, അങ്ങനെയാണോ? എന്നാ നോക്കിക്കളയാം. ഞാൻ പേടിച്ചിട്ട് ഓടിയെന്ന്. മുത്തശ്ശി, മുത്തശ്ശി, ഞാൻ അങ്കിളുടെ പോലീസ് ഡ്രസ് എടുത്തിട്ടു. എനിക്ക് നല്ല ചേലായിട്ടുണ്ട്. മുത്തശ്ശി, മുത്തശ്ശി, വലുതാവുമ്പോ ഞാനും പോലീസ് ആവട്ടെ. നീ വെറുതെ ഇങ്ങനെ കൂടെ കൂടെ പോയി അവരെ ബുദ്ധിമുട്ടിക്കരുത്. അങ്കിളിനും ആന്റിക്കും എന്നെ വലിയ ഇഷ്ടാ. അതല്ല ഞാൻ പോണത്. ആരെ കണ്ടാലും ആദ്യം എടുത്ത് തോളെ കേറ്റും, പിന്നെ പൊത്തോന്നങ്ങ് ഇട്ട് കൊടുക്കും. ഇന്ദുമോളെ, നിനക്ക് എക്സാം ആണ്, പോയിരുന്ന് പഠിക്കേ. നീ പറയണ്ട, ഞാൻ പഠിച്ചോളാം. മുത്തശ്ശി, ഇവളെന്തിനാ എന്നെ ഉപദേശിക്കുന്നേ? ഞാനല്ലേ മൂത്തത്. നീ തന്നെയാ മൂത്തത്. എന്നാലും ഇപ്പൊ അവള് പറയുന്നത് കേൾക്ക്, പോയിരുന്ന് പഠി. കാണിച്ചു തരാൻ പഠിക്കുന്ന ഒരു കുണ്ടുമോളും. എന്താണ് ഒരു മൂഡ് ഔട്ട്? ഞാൻ പോണു. ഇന്ന് ലേഡീസ് ഉള്ളിയാ. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ആ, അവിടെയാ നിനക്ക് തെറ്റുപറ്റിയത്. അല്ല, അതൊന്ന് അനുഭവിച്ചറിഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാവൂ. ആ, അരിയും സാമാനങ്ങൾ തീർന്നാ തോന്നുന്നത്. പൈസ വേണമെങ്കിൽ ആ പുസ്തകം നിനക്ക് ഇരിപ്പുണ്ട്. ഞാൻ പോവാ. ദിനമുണ്ടോ? ആ, അകത്തുണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ അല്ല കുട്ടി, പെമ്പിള്ളാരുടെ വണ്ടിയില. ഓ, അങ്കിളിന് ഇന്ന് ജോലി ആയിരിക്കും. ഇയാളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നേ? അതവന്റെ കണ്ണിന്റെ കുഴപ്പാ. എങ്ങനുണ്ട്? ഏയ്, ബോർ. ഒരു ചീപ്പ് ലവ് സ്റ്റോറി. എന്നാലും വായിച്ചു തീർത്തു. വേറെ വല്ലതുണ്ടോ? അപ്പൊ ഇന്ദുവിന് ഏത് ടൈപ്പ് ലവിനോടാ ഇഷ്ടം? alone the whole night through, reminiscing all the love I once knew, and wondering if I can bring them back again. How I used to share the country lights with you, 'cause it's the only paradise I was due. എന്താ പിടിച്ചില്ലേ? ഒറ്റയ്ക്കല്ലേ? ഞങ്ങൾ കമ്പനിയാണ്. ചക്ര ഒരുപാടുണ്ട് കേട്ടാ.
വരൂ പോകാം. അളിയ ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്നടാ. ബാസ്റ്റർഡ്, ഒരു പെണ്ണ് തനിച്ചിരിക്കുന്നത് കണ്ടാൽ നീയൊക്കെ എന്തു പറയും അല്ലടാ? ബാസ്റ്റർഡ് നിന്റെ തലയാടാ. എന്താ പ്രശ്നം? ഞാൻ പോലീസിനെ വിളിച്ചു വിടാ. എന്താ എന്താ വാട്ട് ഇസ് ദ മാറ്റർ? സാർ, ഈ റാസ്കൽസ് എന്റെ വൈഫിനോട് ചോദിക്കുക യുവമാരോടെ ചെല്ലാൻ പോന്നു. പറഞ്ഞത് റാസ്കൽ. എന്താ മിസ്റ്റർ ഇത്? നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരല്ലേ? നിന്റെയൊക്കെ വീട്ടിലെ പെമ്പിള്ളേരുടെ ആരെങ്കിലും ഇതുപോലെ പെരുമാറിയാൽ നീയൊക്കെ വെറുതെ ഇരിക്കോ? ഹായ്, ഇൻസ്പെക്ടറുടെ വായിന്ന് പള്ളിയിലച്ഛന്റെ വാക്യങ്ങളോ? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ ആരാന്നറിയാമോ? പറമ്പിൽ കേശവന്റെ മകനാ. പറമ്പിൽ കേശവന്റെ മകൻ. കേസ് ചാർജ് ചെയ്യണോ? ചെയ്തോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാനൊന്ന് സോറി പറഞ്ഞോട്ടെ. ഓ, പറമ്പിൽ കേശവന്റെ മകനാണല്ലേ? അതെ. സോറി. നിങ്ങളുടെ ഇതേ ശരിയാവണം. ഞാനാണ് പറമ്പിൽ കേശവൻ. നന്ദു എന്റെ മകനാണ്. ആരായിരുന്നാലും പോക്രത്തരം കാണിച്ചാൽ പിടിച്ചകത്തിടും. വേണ്ടി വന്ന രണ്ട് കൊടുക്കുകയും ചെയ്യും. പോലീസുകാരെ ഞാനും ധാരാളം കണ്ടിട്ടുണ്ട്, നിങ്ങളെക്കാൾ വലിയവരെ. എന്നാ വലിയടത്ത് ചെന്ന് സങ്കടം പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഞാനിത് ചെയ്യും. ടിക്കറ്റ് എടുത്തോ, അടുത്തു. നോണ പറയരുത്. ഇവിടെ ടിക്കറ്റ് എടുത്തോ. ഇല്ല. അമ്മാവോ, എവിടെ ആയിരുന്നു? കണ്ടിട്ട് കൊറേ നാളായല്ലോ. അങ്ങനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ എന്റെ പൊന്നു മരുമോളെ? എന്താ ഞങ്ങളുടെ വണ്ടിയിൽ സ്ഥിരമായി വരാത്തത്? നേരത്തെ തന്നെ കുറച്ച് പഞ്ചാരയുടെ അസുഖമുണ്ട്. അപ്പൊ പിന്നെ ദിവസവും ഇതും കൂടെ ആയാൽ താങ്ങാൻ ഒക്കൂല. അതുകൊണ്ടാ. നിക്കാഹ് കഴിച്ചാ? ഇല്ലപ്പാ, കഴിക്കണം. എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞങ്ങളാരെങ്കിലും ആണോ? അയ്യോ, നിങ്ങളൊക്കെ ഭയങ്കര വാലുകളാ. നിങ്ങളൊന്നും മേത്തോടൊക്കെ എന്നെ കൊണ്ട് പറ്റൂല. എന്താ നീ കരയുന്നത്? കാര്യം പറഞ്ഞിട്ട് കരയ പെണ്ണെ. സാറെന്തെങ്കിലും കയറി പിടിച്ചു. ഓ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾ ഇത്ര ചീപ്പായി പോയല്ലോ. വേലക്കാരികളെങ്കിലും വെറുതെ വിട്ടുകൂടെ? ഇതാ ഒരു പെൺകുട്ടിയുടെ ഇവിടെ നിൽക്കാത്തത്. അപ്പൊ അവളൊന്ന് പറഞ്ഞു അല്ലേ? എടി പൊട്ടി പെണ്ണെ, ഈ ജാതി പെമ്പിള്ളേര് വലയിടത്തുമൊക്കെ പോയി വല്ല പണിയും ഒപ്പിക്കും. എന്നിട്ട് നമ്മളെ പോലുള്ള വലിയ കുടുംബങ്ങളിൽ വന്ന് ജോലിക്ക് നിൽക്കും. സംഗതി വെളിയിൽ അറിയുമ്പോ വെറുതെ നമ്മുടെ പേര് ചീത്തയാവും. അതുകൊണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. പക്ഷെ അവള് മര്യാദക്കാരിയാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവള് മര്യാദക്കാരി. കൊള്ളാം, നാടകം നന്നായി. ഞാൻ തോറ്റു. സുശീലേ, നീ അവിടെ നിന്നേ. എന്താ കുഞ്ഞമ്മേ? ഓ, നിങ്ങളുടെ മുഖത്ത് പോയി കുഞ്ഞമ്മേന്ന് വിളിക്കുന്ന കാര്യം മഹാവിഷമാ. എന്നാലും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ അവിടെ? അച്ഛനോട് പോയി ചോദിക്ക്. എന്താ അച്ഛാ അവിടെ ബഹളം? എന്താ മോനെ, നിന്റെ അമ്മയുടെ 28. ആ പാവം മരിച്ചുപോയില്ലേ? അവിടുന്ന് കാലത്തെ ഒരു വിശേഷം അന്വേഷിച്ചു വന്നിരിക്കുന്നു. You must have heard of Abraham Lincoln, the famous president of USA, who put an end to slavery and brought freedom to millions of slaves. He is remembered not only for the great things he did as president of his country, but also for his great and good qualities as a man. He rose from humble beginnings to the highest office in his country
by hard work and strength character. This is a wonderful story. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പഠിക്കാനിരിക്കുമ്പോ മറ്റൊന്നും ശ്രദ്ധിക്കരുതെന്ന്. കുറുമ്പ് കാണിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? കൈനിട്ട് കൈനിട്ടാൻ. സോറി മോളെ, പോട്ടെ മോളെ. പഠിക്കാനുള്ളതിലും വായിക്കാനുള്ളതിനും. ആ അയ്യോ അണ്ണ ഇതെന്താ ഷർട്ടും പാന്റും മുഴുവൻ? ഇന്നെന്താ ഹോളി ആയിരുന്നോ? പാവ അണ്ണ. എന്നെ ഒന്ന് ആരെങ്കിലും ചെയ്യുവണ്ണ. നിനക്കെന്താ വട്ട? ഇതൊരു തരം വട്ട. എത്രയോ സുന്ദരിമാരുടെ ശരീരത്തിൽ ഉരസിയതാണ് ഈ വസ്ത്രം. ഇതിന്റെ സുഗന്ധം നശിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വാരി പുണരുവണ്ണ. നിനക്ക് ഭാര്യ പെണ്ണോ? വേണമെങ്കിൽ ഇപ്പൊ പറയണം. വേണ്ട, എനിക്ക് വേണ്ട. എവന്റെ ഞരമ്പിനാ തകരാറ്. നീ 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 ശിശു, നിനക്കിത് മനസ്സിലാവില്ല. അണ്ണാ ഈ ഷർട്ടും പാന്റും ഒന്നുതാ. ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് കണ്ടക്ടറായിട്ട് ഒന്ന് വിലസിയിട്ട് വരാം. നിന്റെ ഈ കോലം ശരീരമുണ്ടല്ലോ, അത് പെമ്പിള്ളാർ ഇടിച്ചു മുടക്കി. ആ ചെല്ല് ചെല്ല്. സാറ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയായിരിക്കും. കൂട്ടുകാരനെങ്ങനെയുണ്ട്? ഒന്ന് ഒതുങ്ങിയ മട്ടാണല്ലോ. സാറ് ഇടിച്ചൊതുക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നാലും ഇത്തിരി കടുത്തുപോയി. ഞാനാ കുഴമ്പൊക്കെ പുരട്ടി കൊടുത്തത്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കിയതാ. അപ്പൊ അഹങ്കാരം. നേതാവിന്റെ കൂട്ടുകെട്ടുണ്ട് പോലും കൊടുത്ത് 2 എണ്ണം. അല്ലാതെ എന്ത് ചെയ്യാനാ? ഒരു വലിയ വീട്ടിലെ പയ്യനാ ശിവൻ. ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയം കളിച്ച് നടക്കുക. മറ്റേ പയ്യനോ? ഓ വിനു, അവൻ പഠിക്കുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു വീട്ടിലെയാ. ആള് പാവമാ. പിന്നെ രണ്ടുപേരും എന്നെ കുറച്ചൊക്കെ അനുസരിക്കും. ഞാൻ അവർക്കൊരു ഗാർഡിയൻ പോലാ. വെറുതെ ശിവന്റെ സിറ്റുവേഷൻ ഒക്കെ അറിയാവുന്ന കരുതി വിളിച്ചതേ ഉള്ളു. ഞാൻ അങ്കിളിനോട് പോവാ. മോളെ, അങ്കിള് വേറെ വഴിക്കാ. അല്ല, ഞങ്ങളുടെ സ്കൂളിന്റെ വഴിയാ. അങ്കിൾ, ഞാനും വരുന്നു. ആന്റി വരട്ടെ. ബൈ ബൈ. വിഷമം തോന്നുന്നുണ്ടോടാ വിനു? എന്തിന്? ആ മുറുക്കിയുള്ള പിടുത്തം കണ്ടിട്ട്. മഞ്ഞപ്പിത്തമുള്ളവനെ കാണുന്നതൊക്കെ മഞ്ഞയായിട്ടേ തോന്നും. സത്യം പറയടാ, നിനക്ക് ആ കൊച്ചിനോട് ഒരു ചെറിയ ലൈനില്ലേ? എടാ മോനെ കുട്ടാ, ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞാ വന്നത്. എന്റെ പേര് ജനാർദ്ദനൻ. ഇത് എന്റെ മകളാ ജാനകി. വന്ന കാര്യം, ഇവൾ BA പാസ്സായതാ. ന്യൂ ഇന്ത്യ ട്രേഡേഴ്സിൽ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ MDയും സാറും തമ്മിൽ അടുപ്പമാണെന്ന് കേട്ടിട്ടുണ്ട്. നാട്ടുകാരെന്ന നിലയ്ക്ക് സാറിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാ. ആ എന്താ പറഞ്ഞത്? ജോലിക്കാര്യമല്ലേ? ഈ ശുപാർശ ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ടും ചില കാര്യങ്ങളിലൊക്കെ ഞാൻ അല്പം സെന്റിമെന്റൽ ആയതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വരില്ലേ? തീർച്ചയായും വരും. സാർ. ആ കിളവനും ഉണ്ടോ? ഉണ്ട് സാർ. അയാളോട് അവിടെ ഇരിക്കാൻ പറ. ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് വിട്. ആ. അമ്മാവോ, നമുക്ക് ഇവിടെ ഇരിക്കാം. അകത്തോട്ട് എല്ലാം പറഞ്ഞു. ചെല്ലുമോളെ, ഇവിടെ ഇരിക്കാം. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ. എന്താ പേര് പറഞ്ഞത്? ജാനകി. ആ ജാനകി, ഇരിക്കൂ. വരൂ.
ഇന്റർവ്യൂ എന്നൊക്കെ കേട്ടപ്പോ ജാനകി ആകെ പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഡോൺ വറി, ഫോർമാലിറ്റിക്ക് വേണ്ടി 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. സ്കൂൾ ക്ലാസുകൾ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിനെ പറ്റി ജാനകിയുടെ അഭിപ്രായം എന്താണ്? ആ വിഷയത്തെക്കുറിച്ച് ജാനകിക്ക് അത്ര അറിവ് പോരെന്നാണ് തോന്നുന്നത്. ചെറിയ പ്രായമല്ലേ. ജീവിക്കാൻ വേണ്ടി പെൺകുട്ടികൾ നഗ്നനൃത്തം ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അങ്ങനെ ഒരു അവസരം ജാനകിക്ക് ഉണ്ടായാൽ അത് സ്വീകരിക്കുമോ? സർ, ഒരു ക്ലറിക്കൽ പോസ്റ്റിന് വേണ്ടിയാണ് ഞാൻ അപേക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്നാണോ? ഉണ്ട്. ഈ പരിസ്ഥിതിയിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കിയിരിക്കണം. ഒത്തിരി സമയാവോ? രണ്ടുപേരില്ലേ, മാറി മാറി ചോദിക്കുമ്പോ സമയത്തിന് എടുക്കും. പിന്നെ രണ്ടും പുളിങ്കൊമ്പ. മോള് മനസ്സ് വെച്ച ഉദ്യോഗം റെഡി. ജാനകി ഏബിൾ ആണെന്നാണ് എന്റെ അഭിപ്രായം. ഇനി സാറിന് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. വിഷമിക്കണ്ട, ജോലിയുടെ കാര്യം ഞാൻ ഉറപ്പ് പറയും. ഒരു കുഴപ്പമില്ല. ഒന്ന് ബഹളം വെക്കാതിരിക്കുന്നു. എന്റെ മോളെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ. എന്റെ മോളെ രക്ഷിക്കണം സാർ. എന്താ കാര്യം പറ, എന്താ കാര്യം പറ. എന്റെ മോളെ രക്ഷിക്കണം സാർ. എന്താ കാര്യം പറയണോ? മോളെ രക്ഷിക്കണമെന്ന് എനിക്ക് സംഗതി മനസ്സിലാവൂ. സാർ, സാറല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല സാർ. സാർ എന്നെ സഹായിക്കണം സാർ. എന്നെ രക്ഷിക്കണം സാർ. എന്റെ മോളെ ഒരു ഇന്റർവ്യൂവിനെന്ന് പറഞ്ഞ അവന്മാര് വിളിപ്പിച്ചതാ. എന്നിട്ട് അവന്മാര് എന്റെ മോളെ. സാർ എന്റെ കൂടെ വരണം സാർ. എന്നെ സഹായിക്കണം സാർ. സാർ ഇങ്ങേര് നാട് നന്നാക്കി അടങ്ങുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടാണ് സാർ. ഈ മുറിയിലാണ് സാർ. സർ, എനിക്ക് പരാതിയില്ല. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. മോളെ അച്ഛൻ മിണ്ടാതിരിക്കൂ. ജാനകി, നാളെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. ക്ഷമിക്കണം സർ, ഇത് ഇത്രയും പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കേസാക്കിയ നടന്നതെല്ലാം ഞാൻ സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ പറയേണ്ടി വരും. പത്രത്തിൽ വരും. ആകെ ചീത്തപ്പേരാവും. പിന്നെ എനിക്കൊരു ജീവിതം ആര് തരും? ഹലോ, സബ് ഇൻസ്പെക്ടർ. ഹലോ, ഞാൻ കേശവൻ. എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞതിൽ ദുഃഖം കാണും അല്ലേ? ബൈ ദ ബൈ, ഞാൻ ഇപ്പൊ വിളിച്ചത് എനിക്ക് നിങ്ങളോട് തനിച്ചൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഹോട്ടൽ ആനന്ദിൽ റൂം നമ്പർ 307 വന്നാ മതി. രാത്രി 9 മണിക്ക് പ്രതീക്ഷിക്കും. യൂണിഫോമിൽ വേണ്ട. പിന്നെ തനിയെ വരാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ. Yes, come. വരൂ.
8865 പ്ലീസ്. സാർ വന്നിട്ടുണ്ട്. ആ കൊടുക്കാം. സംസാരിക്കും. എനിക്കിവിടെ സ്വതന്ത്രമായിട്ടൊന്ന് ജീവിക്കണം. അതിന് നിങ്ങൾ തടസ്സമാകരുത്. ഒരിക്കൽ നിങ്ങൾ എന്റെ മകനെ പിടിച്ച് തല്ലി. അന്ന് ഞാനത് ക്ഷമിച്ചു. ഇനി നമ്മൾ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എന്റെ വഴിക്ക് വരാൻ പറ്റുമോ? പറ്റില്ല. എങ്കിൽ ഞാൻ എന്റെ വഴി നോക്കാം. അവിടെ ഉള്ളവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. അവരവിടെ ചില കലാപ്രകടനങ്ങളൊക്കെ നടത്തും. അതിനിടയ്ക്കെങ്ങാനും മനസ്സ് മാറുകയാണെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് വിളിക്ക്. 88659. ആശാൻ വഴിക്ക് വന്നെന്നാ തോന്നുന്നത്. ഹലോ, 88659. ആ, സബ് ഇൻസ്പെക്ടർ രഘു. എനിക്കറിയാം ഒടുവിൽ താൻ എന്റെ വഴിക്ക് വരുമെന്ന്. എന്താ മനസ്സ് മാറിയോ? ഒരു ആംബുലൻസ് വിളിച്ച് ഇങ്ങോട്ട് അയച്ചാൽ വേണ്ടപ്പെട്ടവരെയൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയക്കാം. ഹലോ ഹലോ, ആന്റി എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നാളെ അങ്കിള് പോയി എല്ലാത്തിനെയും ഇടിച്ച് ചമ്മന്തിയാക്കും അല്ലേ അങ്കിൾ? ആ, നീ എന്താ ഇങ്ങനെ പോലീസുകാരന്റെ ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം. തല്ലെപ്പോഴും കൊടുത്തോണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാൻ വേണ്ടേ? ഇന്ദു വീട്ടിൽ പോയി മുത്തശ്ശോടൊന്നും പറയല്ലേ. ഇന്ദു വയ്ക്കോ, നേരെ ഒരുപാടായി. ചെല്ല്, മുത്തശ്ശി വഴക്ക് പറയും. ചെല്ല്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ പെണ്ണ് എപ്പോഴും അവിടെ തന്നെയാണല്ലോ. അയാള് വന്നതിന് ശേഷം ഇങ്ങോട്ടധികം വരാറില്ലല്ലോ. നിന്നെ തഴഞ്ഞെന്നാ തോന്നുന്നു. ആ കുട്ടി ഇന്നസെന്റാ. അതുകൊണ്ട് അതിനെപ്പറ്റി ഇങ്ങനെയൊന്നും പറയണ്ടെന്ന്. അപ്പൊ നിനക്ക് ആ പെണ്ണിനോട് അനുരാഗം തോന്നി തുടങ്ങിയിരിക്കുന്നു. കുറിച്ചിട്ടുണ്ട്, ടിക്കറ്റെ കുറിച്ചിട്ടുണ്ടോ? നമ്മളെവിടാ, എവിടേക്കാ? പ്രൈവറ്റ് ബസ് ഒന്നല്ലോ. ബാക്കി കുറിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ആശാനെ വണ്ടി വിടാത്തത്? അടുത്തുള്ള പോയിന്റാ. ഇവിടെ ടിക്കറ്റ് കൊടുത്ത് തീർക്കാതെ പോയാലേ പണി പള്ളിപ്പുറത്തിരിക്കും. എവിടേക്കാ പോണ്ടേ? ടൗണിലേക്ക്.
ആ പെണ്ണ് വരാൻ വേണ്ടി വണ്ടി ഇത്ര നേരം ഇട്ടിരുന്നത് പോക്കരുത്തരല്ലേ? ഇവന്റെ തന്തയുടെ വകയാണോ ബസ്? എന്താ അത്ര താമസേ? ബസിന്റെ 5 മിനിറ്റ് നേരത്തെയാ. അതിപ്പോ അരമണിക്കൂർ താമസിച്ചാലും കുട്ടി വന്നിട്ട് വണ്ടി പോകും, അത് വേറെ കാര്യം. തന്റെ തന്തയുടെ വകയാണോ ബസ്? അല്ല, തന്റെ തന്തയുടെ വക. അയ്യടാ, അല്ല പിന്നെ. വിണിതായിടക്കുന്നൊരു തെൻകുളിമുറിയിൽ. എന്താടാ, എന്ത് പറ്റി? കുളിച്ചോണ്ട് നിന്നപ്പം സ്വപ്നം കണ്ടു കാണും, നായകനും നായികയും കൂടി കാശ്മീരിൽ ഐസ് സ്കേറ്റിംഗ് നടത്തുന്നതായിട്ട്. അല്ലേ? അങ്കിൾ, അങ്കിളില്ല, ആന്റി, രണ്ടുപേരും ഇല്ല. അല്ല, അങ്കിളിനെ ആന്റിയും മാത്രം കണ്ടാ മതിയാ, നമ്മളെയൊന്നും വേണ്ടേ? പോടാ. കല്യാണി, കല്യാണി, ഓ ശിവനോ? കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്. അകത്തേക്ക് വരട്ടെ? വരൂ. കയ്യില് രൂപയില്ലേ? എത്ര? 100 ഉണ്ട്. ശിവൻ ഇവിടെ അല്ലേ താമസം? ശിവനില്ലേ ഇവിടെ? ഒന്നിങ്ങോട്ട് ഇറങ്ങി വാടാ. മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നീ ഇങ്ങോട്ട് ഇറങ്ങി വരണോ അതോ ഞാൻ അകത്തേക്ക് വരണോ? എന്താ? ആരാ? താനാരാ? അവനിങ്ങോട്ട് ഇറക്കി വിടാ ശിവനെ. ഒച്ച വെക്കാതെ നിങ്ങൾ ആരാന്ന് പറഞ്ഞു പിള്ളേ? ഞാനോ? കുന്നത്ത് കല്യാണി എന്ന് കേട്ടിട്ടുണ്ടോ താൻ? ഇല്ല. താനെങ്ങനെ കേക്കാനാ? തന്നെ കണ്ടിട്ട് സാമിയെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ കാര്യം എന്താ വെച്ചാ പറ. അപ്പുറത്തെ ഇപ്പുറത്ത് മാന്യന്മാരെ താമസിക്കുന്ന സ്ഥലമായത്. എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. മര്യാദക്ക് അവനിങ്ങോട്ട് ഇറക്കി വിട്. പെശക് പാർട്ടിയാ, കൂടുതൽ നിർത്തി നാറ്റിക്കണ്ട. പാലിന്റെ ഏർപ്പാടാ. ഒന്നിങ്ങോട്ട് വന്നേ. അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. കാല് പിടിക്കാം, ഉടക്കുണ്ടാക്കല്ലേ. ഒന്ന് വന്നേ. എന്താ വന്നേ? എന്താ പ്രശ്നം? അവനില്ലേ ശിവൻ? പതുക്കെ പതുക്കെ പതുക്കെ. അവൻ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നു. എന്തിന്? അത് ഞാൻ പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്നിട്ട് 100 രൂപയാന്നും പറഞ്ഞ് ഏതാണ്ട് ചുരുട്ടി കൂട്ടി എന്റെ കൈ തന്നു. നേരം വെളുത്ത് നോക്കുമ്പോ ദേ ഒരു ലോട്ടറി ടിക്കറ്റ്, അതും 2 മാസം മുമ്പുള്ളത്. 2-ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോവും. കാശ് തന്നാ പോവല്ലോ. തരാന്ന് പറഞ്ഞാ പോരാ, താടോ. എന്തൊരു നാശമാണ്. ഉറങ്ങുന്നില്ലേ? സാറ് വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങോ? വിട്ടേരെ. അയ്യോ, ഇന്നാല് മുതലാളിയും ചേച്ചിയും ഞാനും കൂടി അമ്പലത്തിൽ പോയില്ലേ? അപ്പൊ ഒരു സ്ത്രീ എന്നോട് ചോദിക്കുക, ചേച്ചി മുതലാളിയുടെ മോളാണോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഭാര്യയാണെന്ന്. പതുക്കെ പറവണ്ണേ, കേട്ടോണ്ടെങ്ങാനും വരും. ആന്റി, എന്താ കയ്യിൽ ഒളിച്ചു പിടിച്ചിരിക്കുന്നത്? പിന്നെ പറയാം.
അങ്കിൾ എവിടെ? മുകളിലുണ്ട്. നിക്ക്, ഞാനും വരാം. ഞാൻ തനിച്ചു പോയാലെന്താ? ഞാനും കൂടി വന്നാലെന്താ? ഒന്നുമില്ല, വാ. എന്ത് പോളും ഇരിക്കും. അങ്കിളിന് ഇഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നോ? ഡാഡി അയച്ചു തന്നതാ. ഇനി പറയാവോ? പറയാം. ഡൺഹിൽ സിഗരറ്റ്. കറക്റ്റ്. താങ്ക് യു. ബൈ. Bye. ബൈ ആൻഡി. സ്മാർട്ട് ഗേൾ. അല്ല, നീ എന്തിനാ ആ കുട്ടി വരുമ്പോഴൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്? ചിലപ്പോ നിങ്ങളുടെ കണ്ണില് കുട്ടിയായിട്ട് തോന്നിയില്ലെങ്കിലോ? ബിനു, ബിനു, ഒളിച്ചിരിക്കണ്ട. ഞാനൊരു പ്രസന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബിനു, അങ്കിൾ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. ഉണ്ടിക്കണ്ണിന് ശരിയാക്കി കൊടുക്കാം. എന്താണോ വിദൂരതയിൽ കണ്ണുനട്ട് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്താ നിന്റെ മുഖം ഒരുമാതിരി വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ദാ ഈ സാരി കൊണ്ടുപോയി ആന്റിക്ക് കൊടുക്ക്. ഡാഡി അയച്ചതെന്നാണെന്ന് പറയണം. വേഗം വന്നേക്കണം. ഇന്ദു, ഇന്ദു, പുതിയ 2 ബുക്സ് കിട്ടിയിട്ടുണ്ട്. ഇന്ദു, നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമുണ്ടോടാ? തുറന്നു പറ. എങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അതിനെ ആ ട്രാക്കിൽ നിന്ന് നിന്റെ ട്രാക്കിൽ കൊണ്ടുവരാൻ ഒരു വഴിയുണ്ട്. എസ്ഐയുടെ ഭാര്യയെയും ഇന്ദുവിനെയും തമ്മിൽ തെറ്റിക്കണം. ആ, അതിനുമുണ്ടൊരു മാർഗം. ഇല്ലെന്നുണ്ടോ? ഇല്ല. ആ, എന്റെ കാണും. പറഞ്ഞുതരാം, എഴുത്. കാര്യം നടക്കണോ? എഴുത്. പ്രിയപ്പെട്ട സഹോദരിക്ക് സമയം ഒത്തിരിയായി. നീ ഇനി തനിച്ചു പോണ്ട, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. അതാ അങ്കിൾ, ഞാൻ അങ്കിളിനോട് പോയിക്കൊള്ളാം. ബൈ ബൈ. അങ്കിൾ. ഇന്ദു എന്തിനാ അവിടെ പോയത്? ഞാൻ എപ്പോഴും അവിടെ പോവല്ലോ. ആ,
താങ്ക് യു അങ്കിൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്കെന്താ സുഖമില്ലേ? ആരുടേതാ? പ്രിയപ്പെട്ട സഹോദരിക്ക്, നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. നിങ്ങൾ ഭർത്താവിന് ജീവതുല്യം സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വന്നിരിക്കുന്നു. വേറെ ആരുമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇന്ദുമോൾ. അതുകൊണ്ട് ആ കുട്ടിയെ എത്രയും വേഗം അകറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നഷ്ടപ്പെടും. എന്നൊരു സഹോദരൻ. ആ കുട്ടിയെ കുറിച്ച് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? എല്ലാം നീ വിശ്വസിച്ചോ? പിന്നെന്തിനാ കരഞ്ഞത്? എന്തോ എനിക്കറിയില്ല. ഇതുവരെ റിയാക്ഷൻ ഒന്നും കാണുന്നില്ലല്ലോ. സംഗതി കിട്ടിക്കാണില്ലേ? നീ പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ. ചെയ്തു. എനിക്കാകെ പേടിയാവുന്നു. എന്റെ കൈയക്ഷരം എങ്ങാനും തിരിച്ചറിഞ്ഞാൽ. ഒന്ന് വെറുതെ ഇരിക്കടാ. ഞാൻ ഇതുപോലെ എത്ര പണി ഒപ്പിച്ചിട്ടുള്ളതാ. ഇപ്പൊ എന്ത് പണിയാ രണ്ടുപേരും കൂടെ ഒപ്പിച്ചിരിക്കുന്നേ? പറയുന്നുണ്ടോ? എന്നോട് വാ, ഇവിടെ വരാൻ. രണ്ടുപേരും കൂടെ കളിച്ചു കളിച്ചൊരു കുടുംബം നശിപ്പിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. സാർ, സാർ, എന്താ സേതു? സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അവരെ ഒന്നും ചെയ്യരുത് സാർ. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ആന്റി, മമ്മി ഡാഡി വരുന്നില്ലെന്ന്. ഇങ്ങനെ എപ്പോഴും ഒരിക്കൽ എഴുതും വരുന്നെന്ന്, പിന്നെ എഴുതും വരുന്നില്ല എന്ന്. ഈ തവണ വിഷുവിന് ഒരു രസം ഉണ്ടാവില്ല. വന്നില്ലെങ്കിൽ വേണ്ട, പോട്ടെ. ആന്റി അങ്കിളിനെ നാളെ ഊണ് കഴിക്കാൻ വിളിക്കാനാ ഞാൻ വന്നേ. വന്നില്ലേ ഞാൻ പിണങ്ങും. ആന്റി എന്താ ഒന്നും മിണ്ടാത്തെ? നീ എന്താണ് വായ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പാത്രങ്ങൾ കഴുകി വയ്ക്ക്. അങ്കിൾ, നാളെ വിഷുവാണ്. ഞങ്ങളുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരില്ലേ? അങ്കിളും കണക്കാണോ? നമ്മളിങ്ങനെ പെരുമാറുണ്ടായിരുന്നു.
പാവം കുട്ടി. എന്ത് ചെയ്യാം, നമുക്കിതേ വഴിയുള്ളൂ. ആ പാവം കുട്ടിയുടെ നിഷ്കളങ്കത മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയില്ല. മുത്തശ്ശി, ആന്റി അങ്കിൾ എന്റെ അടുത്ത് മിണ്ടുന്നില്ല. അവർക്ക് എന്തെങ്കിലും ജോലി തിരക്ക് കാണും. ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും അവിടെ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. ഞാൻ ഇനിയും പോവും, അവരും മിണ്ടില്ലെങ്കിൽ വേണ്ട. മോക്ക് കുറുമ്പ് കുറെ കൂടുന്നുണ്ട്. ഞാൻ മമ്മിക്കും ഡാഡിക്കും എഴുതിയേക്കാം. ഞാൻ ഡാഡി ഇന്ദുമോൾ വരുന്നില്ലേ? ഞാനെങ്ങുമില്ല. അങ്ങനെ പറഞ്ഞാലെങ്ങനെ? ചൂരിദാറ്, മിഡീസ്, ഫ്രാക്ക്, പിന്നെ നത്താപ്പ്, തറച്ചക്രം, പൂത്തിരിയൊക്കെ വാങ്ങണ്ടേ? നാളെ രാവിലെ എഴുന്നേറ്റ ഉടനെ മിടുക്കി കുട്ടികളെ പോലെ മുത്തശ്ശിയുടെ കൂടെ വന്ന് കണി കാണണം. ചെല്ലേ, ഡ്രസ്സൊക്കെ മാറി അവരുടെ കൂടെ പോ. ചെല്ലേ. ശങ്കര, നീ ഇനി ഒരുങ്ങിയില്ലേ? റെഡി റെഡി. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവര് തന്നെ സെലക്ട് ചെയ്തോട്ടെ. നീ അതിലൊന്നും ഇടപെടണ്ട. മുത്തശ്ശി കൂടി വരുന്നതായിരുന്നു നല്ലത്. രണ്ടും കൂടി എന്നെ പിച്ച് ചെയ്യുന്നു. ഒന്നുമില്ല, വെറുതെ പറഞ്ഞതാ. ഞാനും കൂടെ വന്നാ ഇന്നൊന്നും തീരില്ല. കുറിച്ച ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ. പച്ചക്കറിയൊക്കെ നോക്കി വാങ്ങണം. ഇനിയും ആ ഇൻസ്പെക്ടർ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ മണ്ടന്മാരാവും. കാരണം എല്ലാത്തിലും അവൻ കയറി തലയിടുന്നുണ്ട്. എന്ത് മാർഗം ഉപയോഗിച്ചും അവനെ കൊടുക്കണം. എന്റെ ചിന്തകളും ആശയങ്ങളും ഒക്കെ പഴഞ്ചനായി കാണും. നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ വഴിയെന്ന്. കുട്ടികളെ ഇനിയും കണ്ടില്ലല്ലോ. സാവിത്രി, 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 ഒന്നിങ്ങി വന്നേ. എന്താ മുത്തശ്ശി? കുട്ടികൾ കാലത്തെ ശങ്കരന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയതാ. ഇതുവരെ കണ്ടില്ല. ഒന്ന് രഘുവിനെ വിളിച്ച് പറയാമോ? ചേട്ടനാ? ഇന്ദുമോളും കുട്ടുമോളും കൂടെ കാലത്തെ ഷോപ്പിങ്ങിന് പോയതാ. ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. കൂടെ ശങ്കരമാനും ഉണ്ട്. മുത്തശ്ശിയോട് വിഷമിക്കണ്ടെന്ന് പറയൂ, ഞാൻ അന്വേഷിക്കാം. ശരി, അന്വേഷിക്കാന്ന് പറഞ്ഞു. മുത്തശ്ശി വിഷമിക്കണ്ട. ദൈവമേ, എത്തി. ഞാനിനി ഇന്ദുമോളുടെ കൂടി എങ്ങും പോവില്ല. എന്തു പറ്റി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മുത്തശ്ശിയും കൂടി വരണമെന്ന്. രണ്ടും കൂടെ ഡ്രസ്സിനെ ചൊല്ലി തർക്കായി, ഉടക്കി. ഞാനിതാ പോകുന്നെന്നും പറഞ്ഞ് ഇന്ദുമോൾ ഒരു വഴിക്ക്, ഞാനും പോകുന്നെന്നും പറഞ്ഞ് ഗുഡ് ഒരു വഴിക്ക്. ഏതിനെ പിടിക്കും ഞാൻ? എന്നിട്ട് ഇന്ദു അവിടെ ഇങ്ങെത്തിയില്ലേ? ഗുഡ് മോളുടെ കൂടെ കാറിൽ വരില്ല എന്നും ഓട്ടോറിക്ഷ വിളിച്ച് പോകാന്നും പറഞ്ഞ് പോന്നാണല്ലോ. നീ എന്തൊക്കെ വിഡിത്തരങ്ങളായിരുന്നു വിളിക്കുന്ന എന്റെ ശങ്കര? ഹലോ, സാവിത്രി അല്ലേ? കുട്ടികളെത്തിയോ? ഗുഡുമോളും ശങ്കരമാനും വന്നു. കുട്ടികൾ തമ്മിൽ വഴക്കിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോവാന്നും പറഞ്ഞ ഇന്ദു പോയതത്രേ. ഇതുവരെ എത്തിയിട്ടില്ല. ആരും വിഷമിക്കണ്ട, ഞാൻ അന്വേഷിക്കാം. അതോടെ
അങ്കിൾ ഇന്ദുമോളെ കണ്ടില്ലേ? മോളെ കണ്ണു തുറന്നോളൂ. കൈ നീട്ട് മോളെ. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. എന്റെ മോക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ. മുത്തശ്ശി ഇന്ദുമോൾ വരില്ലേ മുത്തശ്ശി? വിഷുവായിട്ട് ഗുഡ് മോൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? വാ വന്ന് കുളിക്ക്. ദേ ആന്റി പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിയേ. ശാന്തേ, ദാ, ഇതങ്ങോട്ട് വെച്ചോളൂ. മുത്തശ്ശി എന്തൊരു ഇരിപ്പായത്. വരൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്നാ പ്രയാസം കൂടെ ഉള്ളൂ. രണ്ടുപേരെ എണീക്ക്. ഇന്ദുവിന്റെ അച്ഛനും അമ്മയെ അറിയിക്കണ്ടേ? ഇന്നലെ രാത്രി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നാളെ എത്തിയേക്കും. എല്ലാ സ്റ്റേഷനിലും അറിയിച്ചിട്ടുണ്ട്. പത്രത്തിൽ ന്യൂസ് ഉണ്ട്. ഓ, ഭാരതി പ്രസവിച്ചെങ്കിലും ഇന്ദുമോളെ വളർത്തിയത് ഞാനാ. ഒരു നിമിഷം പോലും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല സാവിത്രി. ഇന്ദുവിനൊന്നും പറ്റില്ല. മുത്തശ്ശി പോയി കുളിച്ച് ഡ്രസ് മാറ്. അടുക്കളയിലെ പണി ഞാൻ നോക്കിക്കോളാം. ഇനി ട്യൂഷൻ പഠിക്കാൻ ഇന്ദുമോൾ ഇല്ല മാഷെ. നോ നോ നോ, ഇന്ദുമോൾ വരും. മോള് വിഷമിക്കാതിരിക്കുക. പേപ്പറിലെ ന്യൂസ് വായിച്ചപ്പോ ഞാൻ ആകെ തകർന്നുപോയി. എനിക്ക് പരിചയമുള്ളിടത്തൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. കാനഡയിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നോ? അറിയിച്ചിട്ടുണ്ട്. അവരുടനെ എത്തും.
ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഇതിൽ നിന്നും ഒരു പാഠം ഞാൻ പഠിച്ചു മിസ്റ്റർ രഘു. സ്വന്തം കുട്ടികളെ വിട്ടിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി അന്യനാട്ടിൽ പോയതാണ് എന്റെ തെറ്റ്. ഇനി ആ പണം കൊണ്ട് എന്ത് പ്രയോജനം? കുട്ടികളെ കൂടെ അവിടെ താമസിപ്പിക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ചേട്ടന് നിർബന്ധമായിരുന്നു അവരെ മലയാളം പഠിപ്പിക്കണമെന്ന്. അതുകൊണ്ടാ അമ്മയുടെ അടുത്ത് വിട്ടിട്ട് പോയത്. ഇങ്ങനെയൊക്കെ വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ. രഘു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? എന്റെ മകളെ കണ്ടുപിടിക്കാൻ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. നിങ്ങളുടെ മാനസിക നില എനിക്കറിയാം. വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരണം പ്ലീസ്. എന്താടാ 2 ദിവസമായിട്ട് നീ ഒരൊറ്റ ഇരിപ്പാണല്ലോ, എന്താ കാര്യം? ഒന്നുമില്ല. നീയും ശിവനും ചേർന്ന് എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ട് പറ, ഞാൻ സഹായിക്കാം. ഞാൻ എവിടെ ആയിരുന്നില്ല 2 ദിവസമായിട്ട്? എന്താ അതിന്റെ ഉടുപ്പിലൊക്കെ ചായം പറ്റിയിരിക്കുന്നത്? നീ ഈ ചെറുക്കൽ കൂടെ ചീത്തയാക്കുന്നത്. ഇങ്ങനെ നടക്കാനാണ് ഭാവമെങ്കിൽ 2 പേരുടെ വീട്ടിലേക്ക് ഞാൻ കത്തെഴുതും, പറഞ്ഞേക്കാം. നീ ഇങ്ങനെ കയറി ഇരുന്നോ. എന്താ അത്? ആ കേശവന്റെ മോനും ശിവനും കൂടി ചെയ്ത പണിയാ. മായിച്ച കളറോന്നല്ലോ. ഇവിടത്ത് മാത്രം മതിയോ അതോ ടൗണിൽ മുഴുവൻ മാറ്റണോ? ഇപ്പോഴേ തുടങ്ങിക്കോ, നേരം വെളുക്കുമ്പോ തീരും. ആ തീരും. ഒരു തമാശ. ഒന്ന് പോടോ. ആ കുട്ടിയുടെ ഫാദർ എന്നെ വന്ന് കണ്ടിരുന്നു. എല്ലാ നിലയിലും വലിയ സ്വാധീനമുള്ളവരാണവർ. രഘുവിന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ആരോ ചിലർ അവരെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചില രാഷ്ട്രീയ നേതാക്കളും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രം കണ്ടില്ലേ? IG എന്നെ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം എന്ന്. ഒഫീഷ്യൽ എൻക്വയറിക്ക് മുമ്പ് ഈ ചീത്തപ്പേര് മാറ്റിയെടുക്കണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् ഈശ്വരാ, അല്പം മനസമാധാനം കിട്ടട്ടെ എന്ന് കരുതിയ നിന്റെ കൂടെ അമ്പലത്തിൽ വന്നത്. ഇപ്പോ
വേണ്ട സാർ, എന്നെ വിളിച്ചെങ്കിൽ പരമു ബഹളമൊന്നും വെക്കണ്ട കേട്ടോ. ഈ ചേട്ടൻ പോയി വഴക്കുണ്ടാക്കുമെന്നാ തോന്നുന്നത്. അമ്മ ഒന്ന് വിളിക്കേ. ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ലല്ലോ. മിസ്റ്റർ രഘു, എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനെ പറ്റി നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. പുറത്തിറങ്ങി നടക്കാൻ വയ്യ എനിക്ക്. എന്റെ മകളോട് നിങ്ങൾക്ക് പ്രേമമാണെന്ന് ഈ നാടുകൂടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. Is it true, mister? She is only just a 14 years old girl. Understand? താൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? തനിക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. I want to know where she is. Come out, tell me where is my girl. I want to know where she is. എന്താ ഇത് കുട്ടികൾ? You get out of here. Don't interrupt. I want to get my girl back. സാറ് പോയിക്കോളൂ. അന്വേഷിക്കുന്നുണ്ട് സാർ. ഇല്ല, തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല സാർ. സാർ സാർ വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസേ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസേ. വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം, വിദ്യാർത്ഥി ഐക്യം. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസേ. രഘു, സത്യസന്ധനായ ഏതൊരു ഓഫീസർക്കും പ്രതീക്ഷിക്കാതെ സസ്പെൻഷൻ ഓർഡർ കിട്ടുമ്പോൾ വേദന തോന്നും. സാർ, രഘുവിനെ സസ്പെൻഡ് ചെയ്യാൻ ഓർഡറുണ്ട്. സാർ വിഷമിക്കണ്ട, നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ കുറച്ച് സമയം തരാം. നിങ്ങൾ 2 ദിവസം ലീവ് എടുക്കുക. അതായത് നാളെയും മറ്റന്നാളും. ഈ 48 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കുക. എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാ സഹായവും ചെയ്തു തരാം. കുട്ടിക്കാലം മുതലുള്ള എന്റെ ആഗ്രഹമായിരുന്നു ഒരു പോലീസ് ഇൻസ്പെക്ടർ ആകുന്നത്. ഒരു ഇൻസ്പെക്ടർക്ക് സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ധരിച്ചു. പക്ഷേ എല്ലാം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്താൽ പിന്നെ ഞാൻ ഇനി ഞാനോട് പോവില്ല. ആന്റി, ആ ശിവനില്ലേ, മഹാ ചീത്തയാ. നിന്നെ വഴക്കു പറഞ്ഞോ? അയാള്
അയാള് എന്നെ കേറി പിടിച്ചു. പറയടാ, ഇന്ദു എവിടെ? ദേ എന്റെ പോക്കറ്റില്. തമാശ പറയുന്നടാ കളവറട മോനെ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഇനി എന്നെ തലല്ലേ സാർ, ഞാൻ ചത്തുപോകും. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഒരിക്കൽ ഞാൻ ആ കുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നും ഞാൻ അതിൽ വേദനിക്കുകയാണ് സാർ. ആ പാവം കുട്ടിയെ കണ്ടുപിടിക്കണം. പ്ലീസ് പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ് സാർ. വിനുവിന് ഇന്ദുവിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടിക്ക് സാറിനോടുള്ള അടുപ്പം കാണുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും അസൂയ ഉണ്ടാവും. അതുകൊണ്ട് ആ കുട്ടിയെ സാറിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി രണ്ടുപേരും കൂടെ ഒപ്പിച്ച പണിയായത്. എന്തിനാ കയറാ? ഇവരുടെ ഇന്ദു ഇന്ദു എവിടെയെന്ന് എനിക്കറിയില്ല. നിനക്കറിയാം. നിനക്ക് ആ പെണ്ണിനോട് പ്രേമമായിരുന്നു. നീ അത് അവളോട് പറയുകയും ചെയ്തു. പക്ഷെ അവളത് നിരസിച്ചു. നിനക്ക് വൈരാഗ്യമായി. മാത്രമല്ല, അവൾ എന്നെ സ്നേഹിക്കുന്നതിന് നീ തെറ്റിദ്ധരിച്ചു. അവിടുന്ന് തുടങ്ങി നിന്റെ പ്രതികാരം. കൂട്ടുകാരുടെ സഹായത്തോടെ നീ അവളെ കിഡ്നാപ്പ് ചെയ്തു, അല്ലേ? എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല. നിനക്കറിയാം. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. അയ്യോ സാർ, പറയാം സാർ.
എനിക്ക് ആ കുട്ടി ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊരിക്കലും അവളോട് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാം പറയാൻ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവളെ കാണാതായത്. സാർ, എന്തു പാവമാണ് സാർ, നിഷ്കളങ്കയാണ്. അവളെ വേഗം കണ്ടുപിടിക്കണം സാർ. പ്ലീസ് പ്ലീസ് സാർ. അച്ഛാ, ആ ഇൻസ്പെക്ടർ സംശയമുള്ളവരെ എല്ലാം പിടിച്ചു തല്ലുന്നുണ്ട്. ഇപ്പൊ ഞാനെന്ത് ചെയ്യും? ഓഹോ, കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കും. വേഗം സ്ഥലം വിട്ടോ. വയ്ക്കോ, സൂക്ഷിച്ചു വേണം, അവന്റെ കണ്ണിൽ പെടണ്ട. തന്നെ ഞാൻ മുട്ടുകുത്തിക്കും. അതിനുവേണ്ടി ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും. എന്നെ കരുതച്ച് കാണിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കാനല്ല. നിനക്ക് എന്ത് സ്വാധീനം ഉണ്ടായാലും ശരി, സത്യം പറയാതെ നീ ഞാൻ ഇവിടുന്ന് വിടില്ല. രഘു, നീ തീയോടാണ് കളിക്കുന്നത്. ആ തീ അണയ്ക്കാൻ എനിക്ക് കഴിയും. ആ പെണ്ണിനെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? പറയാം. രഘു, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. പലർക്കും പല ദ്രോഹങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പെൺകുട്ടികളെ ഞാൻ കണ്ണീരുടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ നിരപരാധിയാണ്. രഘുവിനറിയാമോ, എനിക്കൊരു മകളില്ല. ഇന്ദുവിനെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാണ് കരുതിയിരുന്നത്. അങ്ങനെ ഒരു കുട്ടിയെ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല രഘു. ഇന്ദുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പ്ലീസ്. നിന്റെ ഈ നാടകം വിശ്വസിച്ചെന്ന് കരുതണ്ട. ഇതുമായി ബന്ധമുള്ള ഒരുത്തരെയും ഞാൻ വിടില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ. ഇനി പഠിക്കുന്നില്ല. എങ്ങനെ പഠിക്കും? അത്രയും സ്റ്റുഡൻസിന് മുമ്പിൽ വെച്ചല്ലേ എസ് എന്നെ പിടിച്ചോണ്ട് പോയത്. നാട്ടിലെല്ലാം പാട്ടായി. കുട്ടികളൊക്കെ പറയാ ഇന്ദുവിനെ ഞാനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. പോവാൻ വിഷമമുണ്ട്. അതിന് വിഷമം എവിടെ നിന്ന് ജീവിക്കുന്നത്? സേതുവണ്ണനോട് നേരിട്ട് പറയാൻ ശക്തിയില്ലാഞ്ഞിട്ടാ കാണാതെ പോയെന്ന് പറഞ്ഞേക്ക്. പോട്ടെ. വിനു, ഇന്ദു നിനക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ കാരണം അത് കഴിഞ്ഞില്ല. വേണ്ട. അച്ഛനും അമ്മയും പോലും അടുത്തില്ലാതിരുന്ന ആ കുട്ടിയെ സ്വന്തം പെങ്ങളെപ്പോലെ കരുതേണ്ടതായിരുന്നു. പകരം ഞാൻ സ്നേഹിച്ചു. അതിന്റെയൊക്കെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. ഇനി 24 മണിക്കൂർ മാത്രം. സംശയമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. ഒരു തുമ്പും കിട്ടുന്നില്ല. സാവിത്രി, ഇന്ദുവിന്റെ കുടുംബവുമായി എന്നെക്കാൾ അടുപ്പം നിനക്കാണല്ലോ. അവിടെ വേറെ ആരെങ്കിലും വരുന്നതായി നീ കണ്ടിട്ടുണ്ടോ?
വരാറുണ്ട്. കുറച്ച് കഷണ്ടി തലയായിട്ട് കണ്ണാടി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലേ? യെസ്, സബ് ഇൻസ്പെക്ടർ രഘു. ഓ, ഇന്ദുവിന്റെ വീടിനടുത്ത് താമസിക്കുന്ന. അതെ. വരൂ. താങ്ക് യു. ഇന്ദുമോൾ നിങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കൂ. എന്തുകൊണ്ടോ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ വളരെ അപൂർവമായേ അങ്ങോട്ട് പോയി ക്ലാസ് എടുക്കാറുള്ളൂ. ഇന്ദുമോൾ ഇങ്ങോട്ട് വരും, ഞാൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അപ്പോഴൊന്നും മിസ്റ്റർ രഘുവിനെ കണ്ടിട്ടില്ല. നടന്നതെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. ഒരു തുമ്പും കിട്ടിയിട്ടില്ല. മാസ്റ്റർക്ക് ഇന്ദുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബട്ടർഫ്ലൈ വാ. എന്തിനാ അങ്കിൾ അങ്ങനെ വിളിക്കുന്നത്? പിന്നെന്തിനാ എപ്പോഴും ഇതും വെച്ചോണ്ട് നടക്കുന്നത്? ഓ ഇതോ, മമ്മി കൊണ്ട് തന്നതാ. ബാലഗോപാലൻ, ബാലഗോപാലൻ സാർ, എന്റെ മകൾ ഇപ്പൊ അവന്റെ കയ്യിലാണോ? എങ്കിൽ എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടില്ല. അവൻ മിസ്റ്റർ രഘു, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. പ്ലീസ് എക്സ്ക്യൂസ് മീ. ഇറ്റ്സ് ഓൾ റൈറ്റ്. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കാര്യമില്ല. അയാൾ ആരാണ്? നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്താണ്? എല്ലാം തുറന്നു പറഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ബാലഗോപാലൻ കാനഡയിൽ എന്റെ മാനേജറായിരുന്നു. വിശ്വസ്തനെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനും ഭാര്യയും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പല ഭാഗത്തു നിന്നും ബാലഗോപാലിനെ കുറിച്ച് നല്ലതല്ലാത്ത വാർത്തകൾ കേട്ടിരുന്നു. ഞങ്ങളൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ബിസിനസ് നല്ല ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാളുടെ മട്ടുമാറി. ആദ്യം അയാൾ എന്റെ ഭാര്യയെ വശീകരിക്കാൻ ശ്രമിച്ചു. പിന്നീട് സമ്പാദ്യത്തിന്റെ പകുതി ചോദിച്ചു. ഒരു മാനേജർക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുത്ത് അയാളെ സെറ്റിൽ ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അയാളുടെ ലക്ഷ്യം ഭീമമായ തുകയായിരുന്നു. ശല്യം സഹിക്കവയ്യാതായി വന്നപ്പോ ബാലഗോപാലിനെ പുറത്താക്കേണ്ടി വന്നു. അവിടുന്ന് തുടങ്ങി അവന്റെ പ്രതികാരം. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ മിസ് മേനന്റെ മകളുടെ ട്യൂഷൻ മാസ്റ്ററായി? ഇവിടെയുള്ളവർക്കാർക്കും അവനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, കണ്ടിട്ട് പോലുമില്ല. നോക്കിയാണല്ലേ? ഇനി നിന്നെ വെച്ച് താമസിപ്പിച്ചുകൂടാ. നിന്റെ തന്റെ തന്നെ വന്നിട്ടുണ്ട്. എന്റെ ജീവിതം തകർത്തവർ. ഫ്രാൻസിസ്, ക്യാമറ ഉണ്ടോ?
പുന്നാരമോൾ കിടന്ന് വേദനിക്കുന്നത് ആ ദുഷ്ടൻ പരമേശ്വര മേനോൻ കാണണം. എങ്കിലേ ഈ ബാലഗോപാലന്റെ ആരാണെന്ന് അവൻ മനസ്സിലാക്കും. എടുത്തോ. എന്റെ തന്ത വിചാരിച്ചു എന്നെ തോൽപ്പിക്കാമെന്ന്. പക്ഷേ ബാലഗോപാലൻ തോൽക്കില്ല. കത്ത് വായിക്കൂ. പരമേശ്വര മേനോന്, നീ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നിന്റെ മകൾ അനുഭവിക്കുന്നത്. നിനക്ക് മകളോടുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ മാർഗം സ്വീകരിച്ചത്. പണമാണോ പുന്നാര മകളാണോ വലുതെന്ന് വേഗം തീരുമാനിക്കുക. എനിക്ക് തരാനുള്ളത് തന്നാൽ മകളെ തിരിച്ചു കിട്ടും. ഇതൊരു കുടുംബ വഴക്കായി ഒതുക്കി തീർക്കുന്നതാണ് നിനക്ക് നല്ലത്. പോലീസിൽ അറിയിക്കരുത്. നാളെ കാലത്ത് 10 മണിക്ക് പണത്തോടെ വീട്ടിൽ വരിക. നിന്റെ വക്രബുദ്ധി ഇനിയും കാണിച്ചാൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ബാലഗോപാലൻ. പണം എനിക്കൊരു പ്രശ്നമല്ല. എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാം. എനിക്ക് എന്റെ മകളെ തിരിച്ചു കിട്ടണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മകൾക്ക് ആപത്ത് വരാതെ നോക്കിക്കൊള്ളാം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. മിസ്റ്റർ മേനോൻ പോയിക്കോളൂ. ഈ മേനോൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കുടുംബകഥകൾ എന്തോ ആവട്ടെ. ഇപ്പോൾ പോലീസിന്റെ ആവശ്യം ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള വഴി നോക്കാം. കല്യാണത്തിനൊന്നും വരാവുന്ന മൂഡിലെല്ലാം അറിയാം. എന്നാലും ക്ഷണിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. തീർച്ചയായും വരണം. എവിടുന്ന പെണ്ണ്? ഞാൻ സ്ഥിരമായി പോകുന്ന ബസ്സിലെ യാത്രക്കാരിയാ. അങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി. അല്ല, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? ഇത്രയും കാലം ഇവിടെ നിന്നിട്ടൊരു ജോലിയും കിട്ടിയില്ല. കുറെ ചീത്തപ്പേരുണ്ടായി. ആ കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിച്ചു. മാത്രമല്ല അണ്ണന്റെ കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ. അപ്പോ കല്യാണത്തിന് പറഞ്ഞിട്ടില്ലേ?
എന്റെ ലക്ഷ്യം നിറവേറാതെ നിങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ കഴിയില്ല. ഈ മുറിയിലാണ് അവൾ. വാതിക്കൽ തന്റെ ബോംബ് വെച്ചിട്ടുണ്ട്. ഈ റിമോട്ട് കൺട്രോൾ അമർത്തിയാൽ മതി, അത് പൊട്ടിത്തെറിക്കും. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു പോയില്ലെങ്കിൽ ഇവിടമാകെ കത്തിച്ചാമ്പലാവും. ആ